പുതുക്കാട് വല്ലച്ചിറ മേഖലകളിലെ കളിമൺ ഖനനവും ഇഷ്ടിക നിർമ്മാണവും വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ട് കളക്ടർ നിരോധിച്ചത് കഴിഞ്ഞ വർഷമാണ്. നിരോധനം നിലനിൽക്കെ തന്നെ ഈ പ്രദേശത്ത് മണ്ണെടുക്കാൻ ഒരുക്കങ്ങൾ നടക്കുന്നത് 2 ആഴ്ച മുമ്പ് ഏഷ്യനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് പ്രദേശത്തെ മണ്ണെടുക്കുന്നതിനുള്ള നിരോധനം നീക്കാൻ കളക്ടർ വിസമ്മതിച്ചു. എന്നാൽ നിരോധനത്തിന് പുല്ലുവില കൊടുത്ത് ഇഷ്ടികക്കളം പ്രവർത്തിച്ചു തുടങ്ങി. സ്ഥലത്തെത്തിയ ഞങ്ങൾ ഇഷ്ടിക നിർമ്മാണം തകൃതിയായി നടക്കുന്നത് കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ ഇഷ്ടികക്കളത്തിലെത്തി. പിന്നാലെ ചെയർപേഴ്സയും സംഘവും. കളത്തിന്റെ പ്രവർത്തനം പോലീസ് നിർത്തിവെപ്പിച്ചു. ഇതിനൊരു അനുമതിയുള്ളതായിട്ട് എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇപ്പോൾ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് ആരും പറഞ്ഞില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. കളമുടമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തൊഴിലാളി യൂണിയൻ നേതാക്കൾ രംഗത്തെത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചിലർ ഭീഷണി മുഴക്കി. ഇടയ്ക്ക് ചില നേതാക്കൾ പോലീസിനെ പഠിപ്പിക്കാനും തുനിഞ്ഞു. എനിക്ക് എന്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. എന്റേതല്ല, നാട്ടിലൊരു നിയമമുണ്ട്. ഇഷ്ടികക്കളത്തിലെ കൈവണ്ടികളും ട്രാക്ടറും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. പ്രദേശത്ത് നിലനിൽക്കുന്ന നിരോധനം വകവയ്ക്കാതെ നടക്കുന്ന മണ്ണെടുപ്പിനും ഇഷ്ടിക നിർമ്മാണത്തിനും ചൂട്ടുപിടിക്കുന്നത് ഉന്നത രാഷ്ട്രീയ നേതാക്കളും തൊഴിലാളി യൂണിയനുകളുമാണ്. നിയമം നടപ്പാക്കാൻ പോലീസ് ഇപ്പോൾ കാണിച്ച ഇച്ഛാശക്തിക്ക് അധികൃതരുടെ പിന്തുണ കൂടി വേണം. അല്ലെങ്കിൽ കൈക്കരുത്തിന്റെയും കാശിന്റെയും പിൻബലത്തിൽ നിയമലംഘനങ്ങൾ ഈ നിലങ്ങളിൽ പതിവാകും. കൊക്കിരിപ്പള്ളത്തുനിന്നും ക്യാമറമാൻ ഷിജു ലക്സിനൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.